നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ രൂപീകരിച്ചൊരു സഖ്യമുണ്ട് ഇന്ത്യ മുന്നണി. അതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ വാർത്തയൊന്നുമില്ല. ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്, അവർ യോഗം ചേരുകയാണ്. സിന്ദൂറുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയെ നിയന്ത്രിക്കുന്ന, ലോകത്തെ നിയന്ത്രിക്കുന്ന ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, CPM. CPM-ഉം CPI-യും ആ യോഗത്തിൽ ക്ഷണിച്ചിട്ടില്ലെന്നാണ് പുതിയ വിവരം. ഇവരിപ്പോൾ യോഗം ചേരുന്ന എന്തിനാണ്? നരേന്ദ്രമോദി വിശദീകരണം നൽകണം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച്. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന സംഘ അംഗങ്ങളെയല്ലേ വിദേശത്തേക്ക് വിട്ടിരിക്കുന്നത്? കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ അല്ലേ? ഇപ്പോൾ കേരളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ, CPM-ൽ നിന്ന് ജോൺ ബ്രിട്ടാസ്, DMK-യിൽ കനിമൊഴി കഴിഞ്ഞ ദിവസം സ്പെയിനിലായിരുന്നു സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ അതിൽ കൂടുതൽ എന്താ വിശദീകരണം കൊടുക്കേണ്ടത്? അവർ കൂടി പോയി വിശദീകരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് മുഴുവന് ഇവരുടെ ചില നീക്കങ്ങളാണ്. ആരുടെ? കോൺഗ്രസിൻ്റെ മാത്രം ചില തീരുമാനങ്ങളാണ്. ഈ ഇന്ത്യ സഖ്യം തുടങ്ങിയ കാലം മുതൽ തന്നെ അതിനകത്ത് കല്ലുകടിയാണ്. നമ്മുടെ ഇവരെ മമതാ ബാനർജി, പിന്നെ അതുപോലെ തന്നെ കേജ്രിവാൾ, ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഇടഞ്ഞുകൊണ്ടേയിരുന്നു. മമതയ്ക്ക് പിന്നെ പ്രധാനമന്ത്രിയാകാനുള്ള മോഹമാണ് ഉണ്ടായിരുന്നത്. മമതയുടെ തട്ടകം ബംഗാൾ തന്നെയാണ്. അല്ല, ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ ചുക്കാൻ പിടിച്ച നിതീഷ് ആദ്യം തന്നെ ചാടി ചെയ്തു. അതെ. അപ്പോൾ അങ്ങനെ ഇവർക്ക് എത്ര കാലം ഇത് മുമ്പോട്ട് പോകാം? തെരഞ്ഞെടുപ്പിന് മാത്രം ഒത്തുചേരുന്ന ഒരു കക്ഷി മാത്രമാണ് ഇന്ത്യ മുന്നണി എന്നാണ് തോന്നുന്നത്. ഇപ്പം നമുക്കറിയാം, എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളെല്ലാം ഓരോ സംസ്ഥാനത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഇവിടെ CPM-നും CPI-ക്കും എന്തുകൊണ്ട് ക്ഷണമില്ല? ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ മുന്നണിയെ എതിർത്തും മറ്റുമൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പം ആരെ? നമ്മുടെ MA ബേബി ഈ വക കാര്യങ്ങളൊന്നും അന്വേഷണമില്ലല്ലോ. MA ബേബി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടൊന്നും യാതൊരു വിവരം പോലും കേൾക്കാനില്ലല്ലോ. കാരണം ഇതിപ്പോഴും പിണറായി വിജയൻ്റെ ആധിപത്യത്തിൽ തന്നെ പാർട്ടി മുമ്പോട്ട് പോവുകയാണ്. കാരണം കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുകയും ഒരു തത്വചിന്തകനായി അറിയപ്പെടുന്ന ഒരാളാണ് MA ബേബി. സ്വയം അവകാശപ്പെടുന്നതാണ് അദ്ദേഹം. അപ്പോൾ യെച്ചൂരിക്ക് സമാനമായി വളരാൻ MA ബേബിക്ക് കഴിയുന്നില്ലല്ലോ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അതെ, ഈ MA ബേബിയുടെ ഈ ഒരുതരം ഈ കപട സൈദ്ധാന്തിക വിചാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നതല്ലേ. വായിച്ചാൽ മനസ്സിലാകത്തില്ല, കേട്ടാൽ ആർക്കെങ്കിലും മനസ്സിലാകുമോ? അതൊന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ഈ MA ബേബിയെ കൊണ്ട് ഈ ഇന്ത്യ സഖ്യത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാലുള്ള കാര്യം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. യെച്ചൂരി പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാകുമല്ലോ. യെച്ചൂരിയും കോൺഗ്രസും സോണിയാഗാന്ധിയുമായിട്ട്, ആ പാർട്ടിയുമായിട്ടും വലിയ അടുപ്പത്തിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അവർ പറയുന്നത് മനസ്സിലാകും യെച്ചൂരി. പക്ഷേ MA ബേബി പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാകുമോ? MA ബേബിക്ക് വെറിയ ഒരു സാംസ്കാരിക പരിവേഷം മാത്രമേ ഉള്ളൂ. ആ സാംസ്കാരിക ഇതിൽ നിന്നുകൊണ്ട് സാംസ്കാരിക രംഗം മുഴുവൻ താനാണ് നിയന്ത്രിക്കുന്നതെന്നുള്ള ഭാവത്തിലാണ് MA ബേബി നിൽക്കുന്നത്. അപ്പം ഇവിടെ ഇവരുടെ ഇന്ത്യ സഖ്യം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ? കാരണം ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇവർക്ക് ഇവരുടേതായ ഭാവി തീർച്ചപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പോലും ഇവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്? ഈ ഇന്ത്യ സഖ്യം ഇവർക്ക് തന്നെ വേണമെങ്കിൽ ആദ്യം പറയാമായിരുന്നല്ലോ. ഓരോ പാർട്ടിയിൽ നിന്നും ഇന്നാരുടെ ഒരു ലിസ്റ്റ് കൊടുക്കാമായിരുന്നല്ലോ, അല്ലേ? രാഹുൽ ഗാന്ധിക്ക് തന്നെ മുമ്പോട്ട് വന്ന് ഈ സിന്ദൂറിൻ്റെ വിശദീകരണത്തിന് വിദേശങ്ങളിൽ പോകാമായിരുന്നു, ചെയ്തില്ല. ഇതെത്ര മുമ്പോട്ട് പോകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ 2029 ഇനി അടുത്ത ലോക്സഭ. ഇപ്പോൾ തന്നെ പല ഘടകകക്ഷികൾ, ശരത് പവാർ അടക്കമുള്ളവർ പറയുന്നുണ്ട് ഇന്ത്യ മുന്നണി തന്നെ നിലവിലുണ്ടോ എന്ന് സംശയം അദ്ദേഹം തന്നെ പ്രകടിപ്പിക്കുന്നു. ജമ്മു കാശ്മീരിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അടക്കമുള്ളവർ വലിയ വിമർശനമാണല്ലോ ഉന്നയിക്കുന്നത്. അതെ, ഇന്ത്യ മുന്നണി ഉണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയമാണ്. കാരണം ഇതിനകത്തുള്ള ഘടകകക്ഷികൾ എന്ന് പറയുന്നതൊക്കെ തന്നെ അത്ര ശക്തമായിട്ടുള്ളവരൊന്നും അല്ല. അവർ ഇതിനു വേണ്ടി ഒന്നിച്ചു ചേരുകയോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അത് വളരെ ശുഷ്കമായിട്ടുള്ളതാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ വരും. ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം
ഉണ്ടായിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ അടുപ്പിക്കുമോ ഇതിനകത്തുള്ള മറ്റ് പ്രബലമായിട്ടുള്ള കക്ഷികൾ? അവർ തയ്യാറാകത്തില്ല, അവർ മുമ്പോട്ട് ഇതിനെ കൊണ്ടുപോകത്തില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഞങ്ങളിലൂടെ ഇത് വളർന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണ്ട എന്നുള്ളത് തന്നെയായിരിക്കും മമതയ്ക്കായാലും കേജ്രിവാളിനായാലും ഉണ്ടാവുക. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിന് ശേഷം ഇതിലുള്ള കക്ഷികൾക്കെല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇടിവല്ലേ സംഭവിച്ചിട്ടുള്ളത്? കേജ്രിവാൾ, ആം ആദ്മി പാർട്ടി ഡൽഹി തകർന്നില്ലേ? ഇനി പഞ്ചാബിലുണ്ട്, അത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനറിയാം. പിന്നെ ചിലരുടെ കാര്യങ്ങളൊക്കെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇക്കൊല്ലം, അവിടുത്തെ കാര്യങ്ങൾ തീർച്ചപ്പെടും. പിന്നെ ബംഗാളിലും 2026 കേരളത്തിനോടൊപ്പമാണ് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുപോലെ തമിഴ്നാട്ടിലെ കാര്യം, തമിഴ്നാട്ടിൽ BJP ഒരു വലിയ ചലനം സൃഷ്ടിക്കുന്നുണ്ട്. അത് സ്റ്റാലിനൊരു വെല്ലുവിളിയും തന്നെയാണ്. അപ്പം ഇന്ത്യ മുന്നണിക്ക് അകത്തുള്ള പാർട്ടികൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നവരും ഈ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അല്ലേ? രാഹുൽ ഗാന്ധി അപ്പോൾ 90-ലധികം തെരഞ്ഞെടുപ്പുകളിലാണ് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവ്. ആ നേതാവിൻ്റെ വഴിയെ തന്നെ മറ്റു പാർട്ടികളും പോവുകയാണ്. ആണോ? ഈ പിന്നെ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിനകത്തൊക്കെ? രാഹുൽ ഗാന്ധിക്ക് തൻ്റെ പാർട്ടിയെ തന്നെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മല്ലികാർജുൻ ഖാർഗെ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പേരിനെടുത്ത് വെച്ചിരിക്കുകയാണ്, ആ പേരേ ഉള്ളൂ. അല്ലാതെ പിന്നെ സോണിയാഗാന്ധി അല്ലേ തീർച്ചപ്പെടുത്തുന്നത്? രാഹുലും KC വേണുഗോപാലും ഒക്കെ കൂടി ഇരുന്ന് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തും. രാഹുൽ ഗാന്ധിക്കൊന്നും കാര്യങ്ങൾ ഒരു പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയില്ല എന്നുള്ളതാണ്. ആ പ്രാപ്തിയില്ലായ്മ കൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങൾ ഒരു പ്രധാനമന്ത്രി കസേരയിൽ രാഹുൽ ഗാന്ധിയെ കാണില്ല. അത് രാജ്യത്തിന് ഒരുപക്ഷെ രാജ്യത്തിന് തന്നെ വലിയ അപകടമാകുന്ന ഒന്നായിരിക്കും രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ ഇനി കേൾക്കേണ്ടി വരും, ഇന്ത്യ സഖ്യം പിരിച്ചുവിട്ടു എന്ന്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നോക്കുക, ഈ CPM CPI എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവർ പ്രധാന ഇടതുപക്ഷ കക്ഷികളാണ്. 43 സീറ്റ് വരെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നവരാണ്. 43 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് ഒരു കാലത്ത് ഇടതുപക്ഷ കക്ഷികൾക്കുണ്ടായിരുന്നു. അന്ന് മൻമോഹൻ സിംഗ് ഒക്കെ ഭരിക്കുന്ന കാലത്ത് ഒരു തിരുത്തൽ ശക്തിയാണ് ഇടതുപക്ഷം. ഇടതുപക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോൾ സോമനാഥ് ചാറ്റർജി സ്പീക്കർ പദവിയിൽ വന്നില്ലേ? പിന്നെ അവർക്ക് ചരിത്രപരമായ CPMന് ചരിത്രപരമായ ഒരു മണ്ടത്തരം പറ്റിയത് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിച്ചതാണ്. ജ്യോതി ബസുവിന് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ CPMകാരത് അംഗീകരിക്കും ഇല്ല, അവരാ ക്ഷണം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചരിത്രപരമായ മണ്ടത്തരം കാണിച്ചിട്ടുള്ളവരാണ് CPM ആയാലും CPI ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരുത്തൽ ശക്തിയായി നിന്നിട്ടുള്ള 2 പേരെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പോലും വേണ്ടാത്ത സ്ഥിതിയിലെത്തിയത്. ഇപ്പോൾ രാജ്യത്തിന് തന്നെ ആവശ്യമില്ലാത്ത 2 വസ്തുക്കളായി തീർന്നിരിക്കുകയാണ്. ഇത് തള്ളിക്കളയുന്നത് ആരെ? കോൺഗ്രസ്സാണ്. കോൺഗ്രസ് തന്നെ രാജ്യത്തില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പോവുക.